എല്ലാ ദിവസം പോലെ മറ്റൊരു ദിവസം. ഇന്ന് നമുക്കൊരു കുളിസിങ് കണ്ടല്ലോ. എന്നാൽ പിന്നെ നമുക്കിനി നേരെ കുളിക്കടവിലോട്ട് പോകട്ടോ. നമ്മൾ ഏഞ്ചലിൽ കുളിക്കാനായിട്ട് റെഡിയായി നിൽക്കുക. ഏഞ്ചലിനെ ഇപ്പോൾ ഒന്ന് കഴുകിയിട്ട് കുറച്ച് നാളായിട്ടോ. മഴയൊക്കെ പെയ്ത് അപ്പടി ചെളിയൊക്കെ ആയിട്ടിരിക്കുക. എന്നപ്പോൾ നമുക്കിവിടെ കഴുകി കുട്ടപ്പയാക്കി സുന്ദരി കുട്ടിയാക്കാം. അപ്പം നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ. കുറച്ച് നാളായിട്ടോ ഈ ഹോസ് എടുത്തിട്ട്. അതാണ് ഈ ഇടയ്ക്കുള്ള പൊട്ടലും ചീറ്റലൊക്കെ നന്നായിട്ട് ഏറി ഇരിപ്പുണ്ട് അതിനകത്ത്. പിന്നെ അത്യാവശ്യം ഫോഴ്സ് ഇല്ല കേട്ടോ. വിചാരിച്ച പോലെ ചെളിയ നിളയിൽ പോകുന്നില്ല. നമുക്കിതൊന്ന് മാറ്റിയിട്ട് വേറെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഇവനെ വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൽ പിന്നെ ഡിഫറെൻറ്റ് മോഡ് വരുന്നുണ്ട് കേട്ടോ. പല ആംഗിളിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം കേട്ടോ. വെള്ളത്തിനൊക്കെ നല്ല പവർ കിട്ടുന്നുണ്ട്. അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട്. ഇതിപ്പോൾ യൂസ് ചെയ്തപ്പം ചിലക്ക് നല്ല രീതിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അവിടെ നിന്നിട്ട് നമുക്ക് അങ്ങ് അറ്റം വരെയുള്ള ചെടിയൊക്കെ വരെ നമുക്ക് വെള്ളം നനയ്ക്കാൻ പറ്റുന്നുണ്ട് ഇത് വെച്ചിട്ട് തന്നെ. നമുക്കിനി നമ്മൾ ഏഞ്ചലിനെ സോപ്പിൽ കുളിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ലൈറയുടെ കാർ ഷാമ്പു കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. നല്ല രീതിക്ക് തന്നെ പഴയൊക്കെയായിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ഷാമ്പു അത്ര അങ്ങോട്ട് ബെറ്റർ ഷാമ്പു എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം മറ്റേതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പഴയും കാര്യങ്ങളെല്ലാം നീണ്ടു നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രൈ ആയി പോകുന്നുണ്ട്. കയ്യെത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ ബ്രഷ് കൊണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് അഴുക്കും കാര്യങ്ങളെല്ലാം പോയി കിട്ടുന്നു. ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ ക്ലീൻ ചെയ്ത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം ഞാൻ കണ്ടിട്ട്. പിന്നെ നമുക്ക് നല്ല രീതിക്ക് കഴുകരുത് കേട്ടോ. ഇതിൽ പതയും കാര്യങ്ങളും വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങി ഒരു പാട് പോലെ അവിടെ ഇരിക്കുന്നത്. നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബോഡിയിലെ വെള്ളമൊക്കെ നമുക്കൊരു ടവൽ ഉപയോഗിച്ച് ഫുള്ള് നമുക്ക് വെള്ളമെല്ലാം തുടച്ച് മാറ്റാം. നല്ല ക്ഷമയാണ് കേട്ടോ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എന്നാലും നല്ല രീതിക്ക് ക്ലീനായി വരത്തുള്ളൂ. മാക്സിമം ഫുള്ള് വെള്ളം തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ വെള്ളം ഇരുന്നിട്ടുള്ള പാടുകളൊന്നും ബോഡിയിൽ ഉണ്ടാകത്തില്ല. കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഫുള്ള് വെള്ളമെല്ലാം തുടച്ച് മാറ്റി ഒന്ന് ജസ്റ്റ് വെയിലൊക്കെ കൊണ്ട് നല്ല ഉണങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.